ഇന്ന് കടലിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മത്സ്യങ്ങളാണ് നീല തിമിംഗലങ്ങൾ. അവയ്ക്ക് 100 അടി വരെ വളരാൻ കഴിയും എന്നാണ് മൃഗശാസ്ത്രം പറയുന്നത്. അതായത് 30 അടി നീളം, 200 ടൺ ഭാരം ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ലോകത്തിൽ ദശലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിട്ടുള്ള ദിനോസോറുകളെക്കാട്ടും വലിപ്പം, ഭാരത്തിൽ അവയ്ക്കുണ്ടാവും എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ഭാരം അവർക്കുണ്ടെങ്കിലും അവർ പ്ലാങ്ക്ടൺ പോലത്തെ ചെറിയ ജീവജാലങ്ങളെയാണ് ടൺ കണക്കിന് അവർ ഭക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള 10, 14, 20 ആനകൾ ചേർത്ത് വെച്ചാൽ എത്രയുണ്ടാവും? അതിനേക്കാട്ടും വലുപ്പമുണ്ട് ഒരു നീലത്തിമിംഗലത്തിന്. ഒരു കപ്പലിനെയൊക്കെ അനായാസം അടിച്ചു വീഴ്ത്തുവാൻ അതിന് കഴിയും. അതിൻ്റെ വയറ്റിനുള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ എന്തോ ഒരു കോൺഫറൻസ് ഹാളിലേക്ക് നമ്മൾ പോകുന്നത് പോലെ, ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അത്രയും വിശാലമായ ഒരു വയറാണ് അതിനുള്ളത്. കാരണം 200 ടൺ ഭാരമുള്ള ഒരു മത്സ്യത്തിൻ്റെ വയറ് വളരെ വലുതായിരിക്കുമല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും വലിയ വയറിൻ്റെ ഉള്ളിലേക്കാണ് ടൺ കണക്കിന് വരുന്ന പ്ലാങ്ക്ടൺ അത് വലിച്ചെടുക്കുന്നത്. അത് വെള്ളത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അത് വലിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മൂക്കിലൂടെ പുറത്തേക്ക് ആ വെള്ളം മാത്രം ചീറ്റി ആ പ്ലാങ്ക്ടൺ മാത്രം അത് ഭക്ഷിക്കും. വായു ശ്വസിച്ചു കഴിഞ്ഞാൽ 5-6 മണിക്കൂർ കടലിൻ്റെ അടിത്തട്ടിൽ പോയി ഇരിക്കാൻ അതിന് കഴിയും. പിന്നെ 6 മണിക്കൂർ പിന്നെ വായു ഒന്നും ശ്വസിക്കേണ്ട ആവശ്യം അതിനില്ല. കാരണം ഇത്രയും വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു അറയാണ് അതിൻ്റെ വയറ്റിലിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും മാത്രം വായു ഒറ്റ സമയത്ത് ആവഹിച്ചെടുക്കുവാൻ അതിന് കഴിയും. ഒരു അത്ഭുത ജീവിയാണ് ഈ നീലത്തിമിംഗലം. അതിനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ പേടിച്ചു പോവും. അത്രയും വലുപ്പമാണ് അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കടലിലെ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മത്സ്യമാണ് നീലത്തിമിംഗലം.